ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെയർകോഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം നമ്പർ 2064 മിനിമൈസ് മാക്സിമം ഓഫ് പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എനി സ്റ്റോർ എന്ന പ്രോബ്ലമാണ്. അപ്പം ഇതിൽ അവർ തന്നിരിക്കുന്നത് ഒരു ഇൻറ്റിജർ n ഇൻഡിക്കേറ്റിംഗ് ദർ ആർ n സ്പെഷ്യൽറ്റി റീറ്റെയിൽ സ്റ്റോർസ്. ദർ ആർ m പ്രോഡക്റ്റ് ടൈപ്സ് ഓഫ് വേരിയിങ് അമൗണ്ട്സ് ഗിവൺ ആസ് സീറോ ഇൻഡെക്സ് അറേ ക്വാണ്ടിറ്റീസ്. അതായത് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ഒരു അറേ തന്നിട്ടുണ്ട്. അതിൽ ഓരോ ഐറ്റം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിൻ്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ടോയ്സ് ഉണ്ടെങ്കിൽ ടോയ്സ് 10 ഉണ്ടാവും. ഇപ്പോൾ വേറെ വല്ല ഹാർഡ്വെയർ ഷോപ്പിന് ആവശ്യമുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. എന്നിട്ട് ഇവർ പറയുന്നു നമുക്ക് ഈ പ്രോഡക്ട്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. അതിന് തന്നിരിക്കുന്ന മെയിൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കടയിലും അറ്റ്മോസ്റ്റ് 1 പ്രോഡക്റ്റ് ടൈപ്പാണ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കട സ്പെഷ്യൽറ്റി കടയാണ്, ആ കടയിൽ ആ സാധനം മാത്രമേ വെക്കാൻ പാടൂ. എന്നിട്ട് ഇവർ പറയുന്നു ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ മാക്സിമം നമ്പർ ഓഫ് ഐറ്റംസ് വരുന്നത് നമ്മൾ മിനിമൈസ് ചെയ്യണം. അപ്പോൾ നമുക്കത് എക്സാമ്പിൾ നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിൽ അവർ തന്നിരിക്കുന്നത് 6 കടയുണ്ട് ആൻഡ് നമുക്ക് 11 ഐറ്റംസ് ഒരു പ്രോഡക്റ്റ് ടൈപ്പിൻ്റെ ഉണ്ട്, 6 ഐറ്റം വേറെ ടൈപ്പിൻ്റെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് വിചാരിക്കാം ഈ 11 എണ്ണം ഒരു ടോയ്സ് ആണെന്ന് വിചാരിക്കാം ആൻഡ് ഈ 6 എണ്ണം നമുക്ക് ഹാർഡ്വെയർ റിലേറ്റഡ് വല്ല ഐറ്റംസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 11നെ അവർ 2, 3, 3, 3 എന്ന് പറഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ആൻഡ് ഈ 6നെ അവർ ജസ്റ്റ് 3, 3 എന്ന് പറഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മിനിമം വരുന്നത് 3 ആണ്. അപ്പോൾ അതിങ്ങനെ 3 ആണ് നമ്മൾക്ക് ഇതിൻ്റെ ആൻസറായിട്ട് വരാം ഓപ്റ്റിമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് സിമിലർലി അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിലും അവർ 15, 10, 10 എന്നുള്ളത് 7 കടകളിൽ എല്ലാവരും 5 വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 5 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിൻ്റെ ഇൻറ്റുവേഷൻ സോൾവ് ചെയ്യണത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്ന 11, 6 എന്ന പ്രോബ്ലം വീണ്ടും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 11 ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് ആൻഡ് 6 വേറൊരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ്. ആൻഡ് നമ്മൾക്ക് 6 കടകളുണ്ട്, S1 to S6. അപ്പോൾ ഈ 11ഉം 6നെ നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആദ്യമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഏറ്റവും സിംപ്ലസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയത് 11നെ എടുത്ത് S1ലോട്ട് ഇടുക ആൻഡ് 6നെ എടുത്ത് S2ലോട്ട് ഇടുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കറൻറ്റ് മാക്സിമം എന്താണ്? 11. നമ്മളുടെ കടകളിലുള്ള മാക്സിമം പ്രോഡക്റ്റ് ഉള്ള കട 11 ആണ്. ഈ 11നെയാണ് നമ്മൾ ഇനി കുറയ്ക്കേണ്ടത്. അപ്പോൾ കുറയ്ക്കാനായിട്ട് ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 11 ആണല്ലോ പ്രശ്നം. ഇപ്പോൾ 11നെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ 11നെ നമുക്ക് കുറച്ച് 11ലുള്ള ഐറ്റംസ് എടുത്തിട്ട് S3ലോട്ട് കൊടുക്കാം. നമുക്ക് ഇതിന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഓപ്റ്റിമലൈസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 11/2 എടുത്താൽ മതി. കാരണം നമ്മൾ പകുതി ആക്കിയാലാണ് ബെസ്റ്റ് വാല്യൂ കിട്ടുക. അപ്പോൾ 11നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 11നെ ഇവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് 11നെ 5 and 6 എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്തായി മാറും? നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന മാക്സിമം 6 ആണ്. ഇനിയിപ്പോൾ നമുക്ക് 5 and 6 കിട്ടി. ഇനി ഇതേ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ 2 6 ഉണ്ട്, ഏത് 6 വേണേലും എടുക്കാം. നമുക്ക് ഈ 6 ഇവിടുത്തെ S2ലത്തെ 6 എടുക്കാം. എന്നിട്ട് ആ 6നെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 6 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് 6/2 എടുക്കുമ്പോൾ 3 ആയി കിട്ടും. നമുക്ക് S4ലോട്ട് ആ 3 അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഈ 6ഉം 5ഉം ഉള്ള നമ്മളുടെ പ്രോഡക്റ്റിന് നമ്മൾ 3 കടകളിലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെയും സം എടുക്കുക, അതായത് എന്തായിരിക്കും 11 തന്നെ. എന്നിട്ട് ആ 11നെ നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുക. 11/3 എടുക്കുക. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ റഫ്ലി നമുക്ക് ഹോൾ നമ്പർ ആണല്ലോ, അപ്പോൾ അത് 4, 4 and 3 ആയിട്ടാണ് വരാം. 8 + 3 11 ആയി കിട്ടും. എന്നിട്ട് നമ്മളുടെ ഓൾറെഡി ഉള്ള കടകൾ ജസ്റ്റ് റീറൈറ്റ് ചെയ്താൽ മതി. അതിനെ നമുക്ക് 4, 4 and 3 ആയിട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി വരുന്നത് വീണ്ടും ഈ 4 ആണ് ഏറ്റവും വലിയ നമ്പറായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യുന്നതിന് മുമ്പ് ആൻസർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. കറൻ്റ്ലി നമ്മളുടെ ഹയസ്റ്റ് 4 ആണ്. ഇനി 4നെയും കൂടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഈ 11 തന്നെയാണ് നമുക്ക് വീണ്ടും മാറ്റേണ്ടി വരിക. അപ്പോൾ 11 പ്രോഡക്റ്റിന് 4 കടകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 11/4 എടുക്കുക. 11/4 എടുക്കുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 3, 3, 3 and 2. കാരണം 11/4 എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് 3ൻ്റെ താഴെ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഹോൾ നമ്പേഴ്സ് നോക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് ഓപ്റ്റിമലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് വീണ്ടും അത് ചെയ്യാം. 3, 3, 3 and 2. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ നമ്പർ ഓഫ് കടകൾ തീർന്നു. ഇവിടെ ഇനി വേറെ കടയില്ല. അപ്പോൾ കടകൾ തീർന്ന് എന്ന് കാണുമ്പോഴാണ് നമ്മളുടെ എൻ കണ്ടീഷൻ എത്തുന്നത്. ഈ സമയത്ത് നമ്മളുടെ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണെന്ന് നോക്കുക, ഈ കടകളിലുള്ളത്. അത് ആൻസർ ആയിരിക്കും നമ്മളെ ലാസ്റ്റ് വരുന്നത്. 3 ആണ് നമ്മളെ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ ഒരു ഇൻട്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹീപ്പ് എന്ന് പറഞ്ഞ ഡേറ്റ സ്ട്രക്ചറാണ്. ഹീപ്പ് ഇതിൽ വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഹീപ്പ് വഴി നമുക്ക് ഏതാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്നുള്ളത് ഓഫ് 1, അതായത് കോൺസ്റ്റൻറ്റ് ടൈമിൽ നമുക്ക് ആക്സസ് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹീപ്പ് ഒരു എംപ്റ്റി ലിസ്റ്റ് ആദ്യം ഡിക്ലെയർ ചെയ്യാണ്. എന്നിട്ട് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, നമ്പർ ഓഫ് റിമൈനിങ് ഷോപ്സ്. അതായത് നമ്മുടെ ഉള്ള ഷോപ്സ് മൈനസ് ലെങ്ത് ഓഫ് യുണീക്ക് ഐറ്റംസ്, അതായത് ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് 11 and 6 ആയിരുന്നല്ലോ. അപ്പോൾ 11 and 6 ഉണ്ടായിരുന്നു, ആൻഡ് നമ്മളുടെ നമ്പർ ഓഫ് ഷോപ്സ് 6 ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ നമ്പർ ഓഫ് റിമൈനിങ് ഷോപ്സ് 11ഉം 6ഉം 2 ആണ്. അപ്പോൾ ടോട്ടൽ ഷോപ്പ് 6 ആണെങ്കിൽ 6 - 2, നമ്പർ ഓഫ് റിമൈനിങ് ഷോപ്സ് 6 - 2 = 4 ആയി മാറും. നെക്സ്റ്റ് നമുക്കൊരു ലൂപ്പ് തുടങ്ങാം. ഫോർ ഐറ്റം ഇൻ ക്വാണ്ടിറ്റീസ് ഹീപ്പ് പുഷ് ഹീപ്പ്, ആൻഡ് നമുക്ക് ഇതിൽ വേണ്ടത് മാക്സിമം ആണ്. അപ്പോൾ മാക്സ് ഹീപ്പ് ആകുമ്പോൾ നമ്മളുടെ വാല്യൂ നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ പുഷ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു യുണീക്ക് ഐറ്റത്തിൻ്റെ കറൻറ്റ് വാല്യൂ ആ ഒരു ഷോപ്പിനകത്ത്, ആൻഡ് ടോട്ടൽ എമൗണ്ട്, ആൻഡ് ഈ ഒരു യുണീക്ക് ഐറ്റം എത്ര ഷോപ്പുകളിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ഐറ്റം. നമ്മളിവിടെ 1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നേരത്തെ ഇനീഷ്യലൈസ് ചെയ്ത പോലെ ജസ്റ്റ് 11ഉം 6ഉം ഓരോരോ ഷോപ്പിലോട്ട് ഇടുന്നതായി ആലോചിച്ചാൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ജസ്റ്റ് ഒരു ലൂപ്പ് തുറക്കാണ്. നമ്പർ ഓഫ് റിമൈനിങ് ഷോപ്സ്, അതായത് ഇനി ബാക്കിയുള്ള ഓരോ ഷോപ്പിലേക്കും നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹീപ്പിൻ്റെ ഈ ഒരു ഡേറ്റ സ്ട്രക്ചർ എവിടെയാണ് വളരെ യൂസ്ഫുൾ ആവുന്നത്, മാക്സ് കോൺട്രിബ്യൂട്ടർ, അതായത് ഏറ്റവും വലിയ എമൗണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിൽ ഏറ്റവും വലിയ എമൗണ്ട് ഏതായിരുന്നു? ആദ്യം വരുന്നത് 11. അപ്പോൾ ആ 11 നമ്മൾ ഇവിടെ ഹീപ്പ് പോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഹീപ്പ് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ 11 ഈ മാക്സ് കോൺട്രിബ്യൂട്ടർ എന്ന വേരിയബിളിലേക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മളുടെ ഹീപ്പിനകത്തുള്ള ഐറ്റംസൊക്കെ ഓൾറെഡി ഹീപ്പ് സ്ട്രക്ചറിൽ തന്നെ ആയിരിക്കും. എന്നിട്ട് നമ്മൾക്ക് ഈ 11 എന്താ ചെയ്യേണ്ടത്? ഈ 11 നമ്മൾ വേറെ ഷോപ്പിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ള ഐറ്റംസ് നമ്മൾക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ 11ൻ്റെ ടോട്ടൽ കൗണ്ട് എന്താ? മാക്സ് കോൺട്രിബ്യൂട്ടർ ഓഫ് 1, അതായത് ഈ ഐറ്റം നമ്മൾ ഇവിടെ പുഷ് ചെയ്തത്. പിന്നെ നമ്മൾ നോക്കുന്നത് ന്യൂ സ്റ്റോർ കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം നമുക്ക്. ന്യൂ സ്റ്റോർ കൗണ്ട് എന്താ? നമ്മുടെ കറൻറ്റ് സ്റ്റോർ കൗണ്ട് നമ്മളുടെ ഈ ടപ്പിളിൽ നോക്കുകയാണെങ്കിൽ അത് 3rd ഐറ്റമാണ്. അപ്പോൾ 3rd ഐറ്റം എന്ന് പറയുമ്പോൾ മാക്സ് കോൺട്രിബ്യൂട്ടർ ഓഫ് 2.
അതാണ് കറൻറ്റ് സ്റ്റോർ കൗണ്ട്. നമ്മൾ ഒരു പുതിയ സ്റ്റോറിലോട്ടും കൂടെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് +1 ചെയ്താൽ മതി. അപ്പോൾ ഇനീഷ്യലി ഇത് റൺ ചെയ്യുമ്പോൾ ഒരു സ്റ്റോറിൽ നിന്ന് 2 സ്റ്റോറിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആൻഡ് ഇത് കൂടാണ്ട് നമ്മൾ ഒരു ന്യൂ മാക്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു വാല്യൂ ഇനി കാൽക്കുലേറ്റ് ചെയ്യണം ഇവിടെ. അപ്പോൾ ഈ ന്യൂ മാക്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഈ ഒരു യുണീക്ക് പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് എടുക്കണം. ആ ടോട്ടൽ മാറില്ല ഒരിക്കലും. അത് നമ്മൾ ആ ടോട്ടൽ ഇവിടെ ഈ സെക്കൻഡ് ഐറ്റത്തിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കൗണ്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ കൗണ്ടിനെ നമ്മൾ ന്യൂ സ്റ്റോർ കൗണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യണം. അതായത് 11/2 ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ഇത് 11/2 ആവും. അപ്പോൾ നമ്മളിതിപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഡിവൈഡായി. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഡെസിമൽ വാല്യൂസ് പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു math.floor ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെസിമൽ വാല്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് math.floor ചെയ്യുമ്പോൾ അതൊരു ഫ്ലോട്ടായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിനെ ഇൻറ്റായി കിട്ടാനായിട്ട് ജസ്റ്റ് ഇൻറ്റ് വെച്ച് റാപ്പ് ചെയ്യുക. ആൻഡ് അപ്പോൾ നമ്മളുടെ ന്യൂ മാക്സ് കോൺട്രിബ്യൂഷൻ കിട്ടി, എന്താണ് ആ വാല്യൂ എന്നുള്ളത്. ഇനി ഈ വാല്യൂസൊക്കെ തിരിച്ച് നമ്മൾ ഹീപ്പിലേക്ക് അങ്ങ് പുഷ് ചെയ്യാം. അപ്പോൾ ഹീപ്പ് പുഷ് വീണ്ടും വിളിക്കുക, ഹീപ്പ്, എന്നിട്ട് നമ്മൾ ടപ്പിൾ ഡിഫൈൻ ചെയ്യുക. ടപ്പിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ 3 ഐറ്റംസ് ആണ് വേണ്ടത്. ആദ്യം വരേണ്ടത് ഈ ന്യൂ മാക്സ് കോൺട്രിബ്യൂഷൻ, കാരണം അതാണ് ഇനി നമ്മളുടെ മാക്സിമം വരാൻ പോകുന്ന ഐറ്റം. പിന്നെ വരേണ്ടത് ടോട്ടൽ കൗണ്ട്, അത് മാറുന്നില്ല ഒരിക്കലും. ആൻഡ് ന്യൂ സ്റ്റോർ കൗണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളാകെ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ തിരിച്ച് ഹീപ്പിലോട്ട് പുഷ് ചെയ്യുന്നു. ആൻഡ് ഇത് നമ്പർ ഓഫ് റിമൈനിങ് ഷോപ്സ് എന്നുള്ള അത്രയും ടൈംസ് ഈ ലൂപ്പ് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നേരത്തെ നമ്മളുടെ എക്സാമ്പിൾ കണ്ട 3 പോലെ. ആ 3 കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് റിട്ടേൺ ഹീപ്പ് ഓഫ് 0 0. ഇവിടെ നെഗറ്റീവ് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മളിവിടെ നെഗറ്റീവ് വെച്ചാണ് തുടങ്ങിയത്. അപ്പോൾ ഏറ്റവും വലിയ എമൗണ്ട് എപ്പോഴും ഹീപ്പിൻ്റെ 0th എലമെൻറ്റിലായിരിക്കും. ആൻഡ് നമ്മളുടെ ആ എമൗണ്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന 0th ഇൻഡെക്സിലാണ്. അപ്പോൾ നമ്മളിവിടെ 0 കൊടുത്തിരിക്കുന്നു. നമ്മളിത് റിട്ടേൺ ചെയ്താൽ നമ്മളുടെ വാല്യൂ കിട്ടും. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. എല്ലാ കേസും പാസ്സായി. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം accepted ആയി. ബീറ്റ്സ് 5.11 ഉള്ളൂ, കാരണം ഇതിൻ്റെ കുറച്ചും കൂടെ ഓപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് ബൈനറി സെർച്ച് വെച്ചിട്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻറ്റ്യൂറ്റീവായി തോന്നിയ ഒരു സൊല്യൂഷൻ ഇതാണ്. ആൻഡ് രണ്ടിൻ്റെയും ടൈം കോംപ്ലക്സിറ്റി തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഇത് O(n)log(n) സൊല്യൂഷനാണ്. ഇതിൽ പറ്റിയ ഏറ്റവും ഓപ്റ്റിമൈസ് ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ്. ബൈനറി സെർച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ലെവൽ ഓഫ് ഓപ്റ്റിമൈസേഷൻ കിട്ടും, പക്ഷേ സിമിലർ ലൈൻസ് തന്നെയാണ്. അപ്പോൾ ഇതൊരു മീഡിയം പ്രോബ്ലം ആയിരുന്നു. എല്ലാവർക്കും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.